Hello guys, welcome back to Cricket Talks with Kiran. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. CSKയുമായിട്ട് അഹമ്മദാബാദിൽ നടക്കുന്ന ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവരുടെ വിധി, അതായത് ഒരു ടോപ്പ് 2 ഫിനിഷിനായിട്ടുള്ള അവരുടെ വിധി എന്ന് പറയുന്നത് അവരുടെ കൈകളിൽ തന്നെയാണ്. ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ 20 പോയിന്റുമായിട്ട് അവർക്ക് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാം. ഇന്നത്തെ മത്സരം തോറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ IPL പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആദ്യ ടീം ആയിരുന്നിട്ട് കൂടി അവർക്ക് എലിമിനേറ്റർ കളിക്കേണ്ടി വന്നേക്കാം. കാരണം ഓൾറെഡി ഇപ്പോൾ 17 പോയിന്റുകളുമായിട്ടാണ് പഞ്ചാബ് കിങ്സും RCB നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് 16 പോയിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ പഞ്ചാബ് കിങ്സ് മുംബൈ മത്സരത്തിൽ ആര് ജയിച്ചാലും ഇന്നത്തെ മത്സരം ഈ ഗുജറാത്ത് തോറ്റു കഴിഞ്ഞാൽ അവർക്ക് മുകളിൽ പോകും. കാരണം പഞ്ചാബ് ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിന് 19 പോയിന്റ് ആവും. അതുപോലെ തന്നെ മുംബൈ ജയിച്ചു കഴിഞ്ഞാൽ മുംബൈ GT ഒരു സെയിം വന്നാലും മുംബൈയുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് ഈ ടൂർണമെന്റിൽ തന്നെ ബെസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഗുജറാത്തിന് മുൻപിൽ പോകും. അത് കഴിഞ്ഞ് നടക്കുന്ന RCB LSG മത്സരത്തിൽ RCBയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവരും 19 പോയിന്റ് ആവും. അങ്ങനെ വരുമ്പോൾ ഇവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എലിമിനേറ്റർ കളിക്കേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം അവർ വിജയിച്ചേ മതിയാവും. അല്ലെങ്കിൽ ലീഗിലെ അവസാന മത്സരത്തിൽ RCB തോൽക്കാനായിട്ട് ഇവർ പ്രാർത്ഥിക്കേണ്ടി വരും. അതാണ് GTയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫോം വൈസ് അവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓപ്പണിംഗിൽ ആ ഒരു ടോപ്പ് 3 മികച്ച ഫോമിലാണ്. ഇപ്പോൾ സായ് സുദർശൻ ആയാലും ഗില്ലായാലും ബട്ട്ലർ ആയാലും നല്ല ഫോമിലാണ്. പിന്നീട് ബട്ട്ലറിന്റെ ഈ സീസണിലെ അവസാനത്തെ മത്സരമാണിത്. ഈ മത്സരത്തിന് ശേഷം ബട്ട്ലർ തിരികെ നാട്ടിലേക്ക് പോകും. അത് ഇവരെ പ്ലേ ഓഫിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി മിഡിൽ ഓർഡറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെതാണ്. എന്നാൽ ആവറേജ് നോക്കിയാൽ അത്ര പോരാ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇവരുടെ മിഡിൽ ഓർഡർ എക്സ്പോസ്ഡ് ആയി. അതിൽ തന്നെ ഷർഫീൻ റുദർഫോർഡും നമ്മുടെ ഷാരൂഖ് ഖാനും നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷെ ആ ഒരു മത്സരം ക്ലോസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ ഒരു സ്കോർ അറിയാലോ, 235 എന്നൊരു സ്കോർ എതിർ ടീം പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചേസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ എത്രയൊക്കെ ആ ഒരു ആസ്കിംഗ് റേറ്റിനോട് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും 1-2 ക്വയറ്റ് ഓവേഴ്സ് വരുമ്പോൾ മത്സരം കൈവിട്ട് പോകും. അതാണ് അന്ന് സംഭവിച്ചത്. ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ പിന്നെ RCBയുടെ മത്സരത്തിലും കണ്ടതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ മിഡിൽ ഓർഡറിനെ കാര്യമായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല. അവർ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മത്സരം നല്ലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആയിരുന്നു. അപ്പോൾ ബോളിങ്ങും അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് അറ്റാക്കിനെതിരെ വരുമ്പോൾ ഇവരുടെ മിഡിൽ ഓർഡർ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ബോളിംഗ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ നന്നായിട്ട് അടികൊണ്ടു. മിക്കവാറും ഉള്ളവരെല്ലാം നന്നായിട്ട് അടികൊണ്ടു. പിന്നെ അതിൽ കൂടുതൽ റീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പിച്ച് അറിയാലോ. അപ്പോൾ എതിർ ടീമും അത്യാവശ്യം നന്നായിട്ട് കളിച്ച സ്ഥിതിക്ക് അതിലോട്ട് കൂടുതൽ റീഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അതുപോലെ അടി വീണ് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പ്രശ്നമാകും. കാരണം ഇപ്പോൾ ഒരു ക്വാളിഫയർ 2ഉം അതുപോലെ തന്നെ ഫൈനലിൽ നടക്കുന്ന അഹമ്മദാബാദിലാണ്. ഈ അഹമ്മദാബാദ് പിച്ചിൽ ഇവർ സ്ഥിരം നന്നായിട്ട് ബോൾ ചെയ്ത് വന്ന ടീം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അടി കൊണ്ടുവന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രസീദ് ആയാലും നല്ല ഫോമിലാണ്, സിറാജ് ആയാലും നല്ല ഫോമിലാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പവർ പ്ലേയിൽ സിറാജ് നന്നായിട്ട് ബോൾ എറിഞ്ഞിരുന്നു. പിന്നെ അതുപോലെ സായ് കിഷോർ വിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ബോളിംഗിൽ ഒരു വറിയിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷീദ് ഖാനാണ്. റഷീദ് ഖാൻ തൻ്റെ പ്രൈമിൽ കളിക്കുന്ന ഒരു ഫോമിലല്ല ഇപ്പോൾ കളിക്കുന്നത്. നന്നായിട്ട് അടി കൊള്ളുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഓവറിൽ 25 റൺസാണ് ആദ്യത്തെ ഓവറിൽ വഴങ്ങിയത്. അപ്പോൾ ടോട്ടൽ ആ ഒരു 2 ഓവറിൽ 36 റൺസ് റഷീദ് ഖാൻ വഴങ്ങി. ആ ഒരു റഷീദ് ഖാന്റെ ഫോമാണ് ബോളിംഗ് വേസ് അവർക്കൊരു വറിയായിട്ട് വരുന്നത്. അല്ലാതെ ബാക്കി കഴിഞ്ഞ മത്സരത്തിൽ അടികൊണ്ട ഒരു പ്രശ്നമാവത്തില്ലെങ്കിലും റഷീദ് ഖാൻ ഫോമിൽ എത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പ്ലേ ഓഫിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ടൈമിൽ റഷീദ് ഖാൻ ഫോമിലെത്താൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ മിഡിൽ ഓർഡർ, ഇപ്പോൾ GTയുടെ മിഡിൽ ഓർഡർ അധികം എക്സ്പോസ്ഡ് ആയിട്ടില്ലെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വൈസ് ടോപ്പ് നിൽക്കുന്ന ടീമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ലോവസ്റ്റ് ആണ്. മിഡിൽ ഓർഡറിന്റെ സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും ലോവസ്റ്റ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെതാണ്. ഇപ്പോൾ റീസെന്റ് മത്സരങ്ങളിൽ ഡെവാൾ ബ്രവിസ് വന്നതുകൊണ്ട് മാത്രമാണ് അല്പം ഭേദപ്പെട്ടൊരു സ്ട്രൈക്ക് റേറ്റിലേക്ക് ഉയർന്നത്. ഇപ്പം നമ്മൾ ഇവരുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് നല്ല ഫൈൻസ് ഉണ്ട്. ഉർവിൽ പട്ടേൽ ആദ്യ മത്സരം നന്നായിട്ട് കളിച്ചു, ഒരു ക്യുക്കമിയോ ആയിരുന്നു. രണ്ടാമത്തെ മത്സരം ഫെയിലായി. അതിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയർ അങ്ങനെ ഇടയ്ക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. ആയുഷ് മാത്രം അതുപോലെ തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ബാറ്റിങ്ങിൽ. പിന്നെ ഡെവാൾ ബ്രേവിസ്, ഇപ്പോൾ ഡെവാൾ ബ്രേവിസിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 160+ ആണ്. ഈ സീസണിലുടനീളം CSK സ്ട്രഗിൾ ചെയ്ത മിഡിൽ ഓവേഴ്സിൽ ഒരു റിവൈവൽ കൊണ്ടുവരാൻ ഡെവാൾ ബ്രേവിസിനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഫൈൻസ് CSKയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂർ അഹമ്മദ് നന്നായിട്ട് പന്തെറിയുന്നുണ്ട്. അതുപോലെ തന്നെ അൻഷുൽ കമ്പോജ്, ഇപ്പോൾ നമ്മൾ പല വീഡിയോകളിൽ നേരത്തെ പറഞ്ഞതാണ് അൻഷുൽ കമ്പോജിനെ കളിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ അവർ അൻഷുൽ കമ്പോജിനെ ടീമിൽ കൊണ്ടുവന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. കിട്ടിയ അവസരത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അൻഷുൽ കമ്പോജ് കളിച്ചത്. അതുപോലെ ഖലീൽ അഹമ്മദും ഏറെക്കുറെ അവസാന കുറച്ച് മത്സരങ്ങളിൽ അടികൊണ്ടെങ്കിലും ആദ്യത്തെ കുറേ മത്സരങ്ങളിൽ ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്യാൻ ഖലീൽ അഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിരയിലുണ്ട്. എന്നാൽ ഇത് അവസാനത്തെ മത്സരമാണ്. സീസണിലെ അവസാനത്തെ മത്സരം ഒരു വിജയത്തോടെ തന്നെ എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ GTയുടെ ഒരു പാർട്ടി സ്പോയിൽ ചെയ്യുകയും ചെയ്യാം. GTയുടെ ഒരു ടോപ്പ് 2 ക്വാളിഫിക്കേഷൻ ഒരു തടയിടാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കും. ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ഒരു ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ തലയുയർത്തി മടങ്ങുക എന്നുള്ളതായിരിക്കും CSKയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ് മത്സരം. ഈ സീസണിൽ ഉടനീളം ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ് അഹമ്മദാബാദിലേത്.
പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവരെ അനുകൂലിക്കുന്ന പിച്ചാണ് നമ്മുടെ അഹമ്മദാബാദിലേത്. ഇതേവരെ നടന്നൊരു 6 മത്സരങ്ങളിൽ 5 മത്സരങ്ങളും ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ടോസ് നേടിയ ശുഭ്മാൻ ഗിൽ ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ആ ഒരു മത്സരം തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ടോസ് നേടുന്ന ക്യാപ്റ്റന് ബാറ്റിംഗ് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായേക്കാം. അതാണ് നമുക്ക് പിച്ചിനെ പറ്റി പറയാനുള്ളത്. ഇനി പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തായാലും ഇനി അവർ ഒരു മസ്റ്റ് വിൻ മാച്ച് ആയതിനാൽ, ഒരു ടോപ്പ് 2 ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ മസ്റ്റ് വിൻ മാച്ച് ആയതിനാൽ ഫാസ്റ്റ് ബൗളേഴ്സിന് റെസ്റ്റ് കൊടുക്കാൻ സാധ്യത കാണുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെഗിസോർബദയുടെ അവസാന മത്സരം ആണെങ്കിൽ കൂടി ഇപ്പോൾ വേണമെങ്കിൽ ജെറാൾഡ് കോയിറ്റ്സെ അവർക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ജെറാൾഡ് കോയിറ്റ്സെ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലാതെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മുടെ GT നിരയിൽ പ്രതീക്ഷിക്കുന്നില്ല. ഈ CSK നിരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡെവൺ കോൺവേക്ക് പകരം ഒരാളെ ട്രൈ ചെയ്യാവുന്നതാണ്. ഡെവൺ കോൺവേ ആ ഒരു ഫോമിലല്ല, അപ്പോൾ വേറൊരാളെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവരെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ലാത്തതുകൊണ്ട് ചേഞ്ചസ് എന്തുണ്ടാവും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. GT നിരയിൽ നിന്ന് GTയുടെ മിഡിൽ ഓർഡർ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മത്സരത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഷർഫീൻ റുദർഫോർഡും ഷാരൂഖ് ഖാനും നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ ഒരു മത്സരത്തിലൂടെ എക്സ്പോസ്ഡ് ആവുമോ? ഇപ്പോൾ ആ എക്സ്പോസ്ഡ് ആവുന്നത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം പ്ലേ ഓഫിന് മുമ്പ് അവരുടെ മിഡിൽ ഓർഡറിന് നല്ലൊരു ഗെയിം ടൈം കിട്ടുന്നത് അവരെ സംബന്ധിച്ച് നല്ലതാണ്. അപ്പോൾ മിഡിൽ ഓർഡറിന് എക്സ്പോസ്ഡ് ആവുമോ? എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ കളിക്കുക എന്നുള്ള കാര്യം ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ നിന്ന് ഡെവാൾഡ് ബ്രെവിസ് ഞാൻ പറഞ്ഞല്ലോ, CSKക്ക് വേണ്ടി ഒരു മിഡിൽ ഓവേഴ്സ് റിവൈവ് ചെയ്തെടുത്ത താരമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും തൻ്റെ ഈ ഒരു സീസണിലെ അവസാന മത്സരത്തിൽ ബ്രെവിസ് പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ഗുജറാത്ത് ടൈറ്റൻസോ അതോ ചെന്നൈ സൂപ്പർ കിങ്സോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.